യേശു കർത്താവിൻ്റെ ജനനത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസത്തിൽ മാനുഷികമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളെക്കാൾ അല്ലെങ്കിൽ നമ്മൾ ഒരു സെലിബ്രേഷനേക്കാൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും മെഡിറ്റേറ്റ് ചെയ്യുവാൻ, ധ്യാനിക്കുവാൻ പറയുന്നത്. ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ആരാണ് ജനിച്ചത്, രണ്ട് എന്തിനു വേണ്ടിയാണ് ജനിച്ചത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഓക്കെ, നമ്മുടെ യേശു കർത്താവ് ഡിസംബർ 25 ജനിച്ചത്. ഓക്കെ, വിശുദ്ധ ലിഖിതങ്ങളോ അപ്പസ്തോലന്മാരുടെ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളോ വിശുദ്ധ സഭയുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഏതെങ്കിലും ബുക്കുകളോ ഒന്നും തന്നെ നമ്മുടെ യേശു കർത്താവ് ജനിച്ചത് ഡിസംബർ 25 എന്ന് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചോദ്യം ചോദിക്കും, അപ്പോൾ എന്നാണ് യേശു കർത്താവ് ജനിച്ചത്? സാറിന് ആൾക്കാർ ചോദിക്കുക, ഡിസംബർ 25 എങ്കിൽ എന്നാണ് യേശു കർത്താവ് ജനിച്ചത്? അതിൻ്റെ ഉത്തരം ആർക്കും അറിയത്തില്ല യേശു കർത്താവ് എന്നാണ് ജനിച്ചതെന്ന്. ഹല്ലേലൂയ. നമുക്കറിയാം, ഡ്യൂട്രോണമി 29 നിയമാവർത്തന പുസ്തകം 29 29 വാക്യത്തിൽ പറയുന്നു, രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു, എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നേക്കും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളതാണ്. ഈ അനുശാസനങ്ങൾ നാം പാലിക്കപ്പെടേണ്ടത്. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സീക്രട്ട്. രഹസ്യങ്ങളുടെ കലവറയാണ് ദൈവം. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ ബൈബിൾ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഗ്രന്ഥത്തിൽ പോലും എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആത്മീയ മണ്ഡലത്തെ സംബന്ധിച്ച് 1% പോലും കാര്യങ്ങളില്ല. അപ്പോൾ ഈ 1% കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മൾ ദൈവത്തെ മുഴുവനായിട്ടും അറിഞ്ഞു എന്ന് ചിന്തിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം, ഭോഷത്വം എന്ന് പറയുന്നത്. അപ്പോൾ യേശു കർത്താവ് ജനിച്ചത് ഡിസംബർ 25 പക്ഷേ എന്നാണ് യേശു കർത്താവ് ജനിച്ചതെന്ന് നമ്മൾക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. അതിന് കാരണം എന്താണ്? കാരണം യേശു കർത്താവ് ജനിച്ച ദിവസത്തെക്കാൾ ഉപരി ആ ഇവൻറ്റിനാണ് ഇമ്പോർട്ടൻറ്റ്. പിതാവായ ദൈവം തൻ്റെ ആത്മാവിനാൽ അപ്പസ്തോലന്മാരിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ വിശുദ്ധ ലിഖിതങ്ങളിലൂടെയോ വെളിപ്പെടുത്തി തന്നാൽ മാത്രമേ ഏത് ദിവസമാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ചതെന്ന് നമുക്ക് വ്യക്തമായിട്ട് ആ ദിവസത്തെ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ പിതാവായ ദൈവം ഏത് ദിവസമാണ് യേശു കർത്താവ് ജനിച്ചത് എന്ന് വെളിപ്പെടുത്തി തന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ്? കാരണം ആ ദിവസത്തിനല്ല, ആ ദിനത്തിനല്ല പ്രാധാന്യം, ആ ഇവൻറ്റിനാണ് പ്രാധാന്യം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് നിങ്ങൾക്കും നമുക്ക് യേശു കർത്താവ് ജനിച്ച ദിവസം ഏതാണെന്ന് പറഞ്ഞു തരണമായിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും അപ്പസ്തോലന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും തിരുലിഖിതങ്ങളിലൂടെയും യേശു കർത്താവ് എന്നാണ് ജനിച്ചതെന്ന് തീർച്ചയായിട്ടും പറഞ്ഞു തന്നെ. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ശരിക്കും. സംഖ്യയുടെ പുസ്തകം 1 വാക്യം നമുക്കൊന്ന് പരിശോധിക്കാം. സംഖ്യയുടെ പുസ്തകം 1 വാക്യത്തിനകത്ത് അവിടെ പറയുന്നു, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം വർഷം 2-ാം മാസം 1-ാം ദിവസം സീനായ് മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിനടുത്ത് വെച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചു. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. സംഖ്യയുടെ പുസ്തകം 1 വാക്യത്തിനകത്ത് എത്ര വ്യക്തമായിട്ടാണ് വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും ഏത് സ്ഥലത്ത് വെച്ചാണ് ദൈവം സംസാരിച്ചതെന്ന് പോലും പ്രവാചകന്മാരിലൂടെ തിരുലിഖിതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടില്ലേ? ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം വർഷം 2-ാം മാസം 1-ാം ദിവസം സീനായ് മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിൽ വെച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസത്തെ അല്ലെങ്കിൽ യേശു കർത്താവ് ജനിച്ച ഒരു ദിവസത്തെ എനിക്കും നിങ്ങൾക്കും വെളിപ്പെടുത്തി തരണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഏതെങ്കിലും പ്രവാചകന്മാരിലൂടെയോ ഏതെങ്കിലും അപ്പസ്തോലന്മാരിലൂടെയോ അവരുടെ ലേഖനങ്ങളിലൂടെയോ കർത്താവ് നമുക്കത് വെളിപ്പെടുത്തി തരാൻ വളരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അല്ല. ഓരോ തിരുലിഖിതങ്ങളെന്ന് പഠിച്ചു നോക്കിക്കേ, ദിവസത്തിനും വർഷങ്ങൾക്കും മാസത്തിനും സ്ഥലത്തിനും പ്രാധാന്യമുള്ള സമയത്തൊക്കെ തന്നെ അവിടെ വ്യക്തതയോടെ തിരുവചനങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസെക്കിയേൽ പ്രവചന പുസ്തകം 1 നമുക്കെടുക്കാം. എസെക്കിയേലിന് ഉണ്ടായ ദൈവദർശനം എപ്പോഴാണ് ഉണ്ടായത്? ബാബിലോണിലായിരുന്ന സമയത്ത്. അവിടെ വചനം പറയുന്ന 1-ാം വാക്യം പറയുന്നു, 30-ാം വർഷം 4-ാം മാസം 5-ാം ദിവസം ഞാൻ കേബാർ നദിയുടെ തീരത്ത് പ്രവാസികളോടൊത്ത് കഴിഞ്ഞപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചേ, തിരുവചനങ്ങളുടെ ആ ഒരു കൺസ്ട്രക്ഷൻ ശ്രദ്ധിച്ചേ. അവിടെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, 30-ാം വർഷം 4-ാം മാസം 5-ാം ദിവസം ഞാൻ കേബാർ നദിയുടെ തീരത്ത് പ്രവാസികളോടൊത്ത് കഴിയുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ജെറമിയയുടെ പ്രവചന പുസ്തകം 1 വാക്യം പരിശോധിച്ചേ. യൂദാ രാജാവായ ആമോന്റെ മകൻ ജോസിയായുടെ വാഴ്ചയുടെ 13-ാം വർഷം ജെറമിയയ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി.
ഓരോ കാര്യങ്ങളും. അതിനുശേഷം 3 രാജാക്കന്മാർ ഭരിക്കുന്ന സമയത്ത് ജെറമിയയ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അപ്പോൾ വ്യക്തമായിട്ട് യെശയ്യാ പ്രവാചകനിലൂടെയോ ജെറമിയ പ്രവാചകനിലൂടെയോ പഴയ നിയമത്തിലെ പ്രവാചകന്മാരിലൂടെയോ അല്ലെങ്കിൽ അപ്പസ്തോലന്മാരിലൂടെയോ യേശു കർത്താവ് ജനിച്ച ദിവസത്തെ നമ്മൾ അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എങ്കിൽ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ അപ്പസ്തോലന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും നമുക്കത് വെളിപ്പെടുത്തി തന്നേനേയും. പക്ഷേ യേശു കർത്താവിൻ്റെ ജനനത്തീയതിയെ സംബന്ധിച്ച് എനിക്കും നിങ്ങൾക്കും അത് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. കർത്താവ് തൻ്റെ അപ്പസ്തോലന്മാരിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ തിരുലിഖിതങ്ങളിലൂടെയോ യേശു കർത്താവ് ജനിച്ച ദിവസം ഏതാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അതിന് കാരണം എന്താണ്? ദ ഡേറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ദ ഇവൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആ ദിനത്തിനല്ല പ്രാധാന്യം, ആ ഇവൻറ്റിനാണ് പ്രാധാന്യം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അനേകം പേര് റാപ്ചറിൻ്റെ ദിവസം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. തങ്ങളുടെ ജീവിതം മുഴുവൻ ദിവസത്തിലുള്ള 8-10 മണിക്കൂറുകൾ, ആഴ്ചകളോളം, മാസങ്ങളോളം എന്നാണ് റാപ്ചർ സംഭവിക്കുന്നത് എന്ന് ആ ഡേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി തങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിവെക്കുന്ന അനേകം ആൾക്കാരുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അത് വ്യർത്ഥമാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു കർത്താവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് തന്നെ ചരിത്രകാരന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻസിൻ്റെ ഇടയിൽ പല അഭിപ്രായങ്ങളാണ്. ചിലർ പറയുന്നു യേശു കർത്താവ് ജനിച്ചത് BC 4-ാം വർഷത്തിലാണ്. ചിലർ പറയുന്നു BC 6-ലാണ് യേശു കർത്താവ് ജനിച്ചത്. ചിലർ പറയുന്നത് AD 1-ലാണ് യേശു കർത്താവ് ജനിച്ചത്. ചിലർ പറയുന്നത് AD 3-ലാണ് യേശു കർത്താവ് ജനിച്ചത്. അപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന കലണ്ടർ സിസ്റ്റം പോലും, നിങ്ങൾക്കറിയാമോ, നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ആ കലണ്ടർ സിസ്റ്റം എന്ന് പറയുന്നത് ഗ്രിഗോറിയൻ കലണ്ടർ സിസ്റ്റമാണ്. ആ ഗ്രിഗോറിയൻ കലണ്ടർ സിസ്റ്റം 1582-ലാണ് ഈ ഭൂമിയിൽ രാജ്യങ്ങളിലോളം അത് ഇംപ്ലിമെൻ്റ് ചെയ്തു വന്നത്. അതിനു മുമ്പ് ഫോളോ ചെയ്തിരുന്നത് ജൂലിയൻ കലണ്ടർ എന്ന് പറയുന്ന ഒരു കലണ്ടറായിരുന്നു. അപ്പോൾ ഈ ജൂലിയൻ കലണ്ടറിൽ നിന്ന് ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് നമ്മൾ കലണ്ടർ സിസ്റ്റം മാറിയപ്പോൾ തന്നെ വളരെയധികം മിസ് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒമിഷൻസ് സംഭവിച്ചിട്ടുണ്ട്. ദിനങ്ങളുടെ എണ്ണത്തിനകത്ത് കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. ലീപ്പ് ഇയർ നമുക്കറിയാം, ഫെബ്രുവരി മാസം എല്ലാ 4 വർഷം കൂട്ടിയിരിക്കുമ്പോഴും ഫെബ്രുവരിയിൽ 29 ദിവസം ആഡ് ചെയ്യും. അല്ലാത്ത വർഷങ്ങളിലൊക്കെ 28 ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ജൂലിയൻ കലണ്ടർ സിസ്റ്റത്തിൽ നിന്ന് ഗ്രിഗോറിയൻ കലണ്ടർ സിസ്റ്റത്തിലോട്ട് മാറിയപ്പോൾ തന്നെ ഈ ഡേറ്റുകൾക്കൊക്കെ ഒത്തിരി മിസ്മാച്ചിങ്ങും മിസ്കാൽക്കുലേഷനും തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. പല ദിവസങ്ങളും കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ റാപ്ചറിൻ്റെ ദിനത്തെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവർ ഏത് കലണ്ടർ സിസ്റ്റം വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഏത് ബേസിസിലാണ് നിങ്ങൾ ആ ഡേറ്റിനെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്? കാരണം യേശു കർത്താവ് BC 6 ജനിച്ചെന്ന് പറയുന്നവരുണ്ട്, BC 1 ജനിച്ചെന്ന് BC 4 ജനിച്ചെന്ന് പറയുന്നവരുണ്ട്, AD 1, AD 3, AD 4 ജനിച്ചെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പറഞ്ഞു തന്ന സംഭവം എന്ന് വെച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് ഡിസംബർ 25-നല്ല. ഓക്കെ, ഇറ്റ്സ് കൺഫേം. ഓക്കെ, ഇനി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ച ദിനം ഏതാണെന്ന് ഞാനും നിങ്ങളും അറിയണമായിരുന്നുവെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഖ്യയുടെ പുസ്തകം 1-ാം അധ്യായത്തിന് 1-ാം വാക്യം, എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായം, ജെറമിയയുടെ പ്രവചനം 1-ാം അധ്യായം, അതിനകത്തൊക്കെ വ്യക്തമായിട്ട് വർഷങ്ങളും ദിവസങ്ങളും മാസങ്ങളും സ്ഥലങ്ങളും ഉൾപ്പെടെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ദിനം ഏതാണെന്ന് അറിയണം എന്നതല്ല പിതാവ് ആഗ്രഹിക്കുന്നത്, മറിച്ച് അതിൻ്റെ ഇവൻറ്റിനാണ് ഇമ്പോർട്ടൻ്റ്. ക്രൈസ്റ്റ് വാസ് ബോൺ, അതാണ് ഇമ്പോർട്ടൻ്റ്. താങ്ക് യു ഫാദർ. അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ ഡിസംബർ 25-നല്ല യേശു കർത്താവ് ജനിച്ചെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ആ ദിനത്തെക്കുറിച്ചല്ല ഇമ്പോർട്ടൻ്റ്, ആ ഇവൻറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്താണ് ഈ ഡിസംബർ 25? എങ്ങനെയാണ് ഈ ഡിസംബർ 25-നകത്ത് യേശു കർത്താവിൻ്റെ ജനനത്തിൻ്റെ ഓർമ്മയെ ആചരിക്കുന്ന ആ ദിവസം എങ്ങനെയാണ് സഭയിൽ വന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചെറുതായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. നമുക്കറിയാം ഈ ഭൂമി ഭരിച്ച ഒരു മേജർ കിങ്ഡമാണ് ശരിക്കും റോമാ സാമ്രാജ്യം. ഓക്കെ, പല സാമ്രാജ്യങ്ങൾ ഈ ഭൂമിയെ ഭരിച്ചിട്ടുണ്ട്. റോമ സാമ്രാജ്യം ഭരിച്ചിട്ടുണ്ട്, ഗ്രീക്ക് സാമ്രാജ്യം ഭരിച്ചിട്ടുണ്ട്, ബ്രിട്ടീഷ് സാമ്രാജ്യങ്ങൾ ഭരിച്ചിട്ടുണ്ട്, സ്പാനിഷ് കിങ്ഡംസ്, അങ്ങനെ ഒത്തിരി സാമ്രാജ്യങ്ങൾ ഈ ഭൂമിയെ ഭരിച്ചിട്ടുണ്ട്. അതിനകത്തൊരു പ്രബലമായിട്ടുള്ള സാമ്രാജ്യമായിരുന്നു എന്താണ്? റോമൻ സാമ്രാജ്യം, ഏൻഷ്യൻ റോമൻസ്. അപ്പോൾ ഏൻഷ്യൻ റോമൻസിൽ ശരിക്കും ആഘോഷിച്ചിരുന്ന ഒരു 7 ദിവസത്തെ വിൻ്റർ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു വിൻ്റർ ഫെസ്റ്റിവൽ. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നമ്മൾ 10 ദിവസം ആഘോഷിക്കും? ഓണം ആഘോഷിക്കും. അല്ല, കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു കൾച്ചറാണ്, കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു ആചാര അനുഷ്ഠാന രീതിയാണ് ശരിക്കും നമ്മൾ 10 ദിവസം എന്ത് ചെയ്യും? ഓണം ആഘോഷിക്കും. അതേപോലെ തന്നെ ഈ ഏൻഷ്യൻ റോമൻ കിങ്ഡത്തിനകത്ത് പുരാതനമായിട്ടുള്ള റോമ സാമ്രാജ്യത്തിൽ വിൻ്റർ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന 7 ദിവസത്തെ ആചാര അനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു. അതിനെ അവർ വിളിച്ചിരുന്നത് സാറ്റർനേലിയ എന്നാണ്. ശരിക്കും SATURNALIA, സാറ്റർനേലിയ എന്ന് പറയുന്ന ഒരു ആഘോഷമാണ്. കേരളത്തിൽ നമ്മൾ ഓണം എന്ന്
പറയുന്നത് പോലെയുള്ള ആ ഏൻഷ്യൻ റോമൻ കിങ്ഡത്തിലുണ്ടായിരുന്ന ഒരു ആചാര അനുഷ്ഠാനമാണ് ശരിക്കും 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആചാര അനുഷ്ഠാനത്തിൻ്റെ പേര് സാറ്റർനേലിയ. അപ്പോൾ ഈ സാറ്റർനേലിയ എന്ന് പറയുന്ന ആ ഒരു 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആചാരത്തിനകത്ത് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു പൈശാചികമായിട്ടുള്ള ഒരു ദേവനെ അവർ ആരാധിച്ചിരുന്നു. അതിൻ്റെ പേര് സാറ്റേൺ എന്നാണ്, SATURN. അതാണ് ഗോഡ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് വെജിറ്റേഷൻ. നമുക്കറിയാം ഓണം നമ്മൾ കേരളത്തിൽ ആഘോഷിക്കുമ്പോൾ തന്നെ അതെന്താണ് ശരിക്കും വെജിറ്റേഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ, അതിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് ശരിക്കും ഓണം പോലും നമ്മൾ ഇൻഡയറക്റ്റ്ലി നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഏൻഷ്യൻ റോമൻ സാമ്രാജ്യത്തിനകത്ത് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വിൻ്റർ ഫെസ്റ്റിവൽ സാറ്റർനേലിയ, അതിനകത്ത് അവർ ആരാധിച്ചിരുന്നത് ശരിക്കും എന്താണ്, സാറ്റേൺ എന്ന് പറയുന്ന ഒരു പൈശാചികമായിട്ടുള്ള ദേവനെയാണ് അവർ ആരാധിച്ചിരുന്നത്. ഈ ഒരു സിസ്റ്റം, ഓക്കെ, ആ ഒരു സിസ്റ്റമാണ് ശരിക്കും ഈ എന്ത് പറയുക ക്രിസ്മസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിസംബർ 25 എന്ന് പറയുന്ന യേശു കർത്താവിൻ്റെ ജനനത്തോടനുബന്ധിച്ചുള്ള സിസ്റ്റം സഭയിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടത് ഇതിൻ്റെ പാർട്ടായിട്ടാണ് ശരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ദ ഡെവിൾ ഹൂ പുട്ട് ദിസ് സെലിബ്രേഷൻ ആസ് പാർട്ട് ഓഫ് ദ ക്രിസ്ത്യൻ ട്രഡീഷൻ. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പാർട്ടായിട്ട് ഇങ്ങനെ ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുക, യേശുവിൻ്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഒരു സിസ്റ്റം സഭയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തത് ശരിക്കും പിശാചാണ്. നമുക്കറിയാം പിശാചെന്ന് പറയുന്നവൻ അവനെപ്പോഴും ആരാധന കൊതിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഇതെന്തോ പറഞ്ഞു വരുന്നത്. Satan ഈസ് ഓൾവേസ് ലുക്കിംഗ് ഫോർ എ വർഷിപ്പ്. ഹല്ലേലൂയ. അപ്പോൾ പൈശാചികമായിട്ടുള്ള ഒരു ആരാധന രീതി, ആ സിസ്റ്റം സഭയിലേക്ക് ഏത് രീതിയിലാകാം, ഏത് കാലഘട്ടത്തിലായിരിക്കും അത് ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ പിന്നിൽ എന്തുണ്ട്, ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് സ്പിരിറ്റ്. നമുക്കറിയാം അബ്രഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊരു രീതിയിലുള്ള ആചാര അനുഷ്ഠാനം എന്ന് പറയുന്നത് അതാർക്കാണ് പോകുന്നത് ശരിക്കും, അത് സാത്താനാണ് പോകുന്നത്. ആ ആചാരാനുഷ്ഠാനം അവൻ ആരാധന കൊതിക്കുന്നവനാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആരാധന സിസ്റ്റം ക്രിസ്തീയ വിഭാഗത്തിനകത്ത്, ക്രിസ്തീയ ഡിനോമിനേഷനുകൾക്കകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ പിശാചിൻ്റെ ഒരു അൺസീൻ ഹാൻഡ് ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു സെലിബ്രേഷനെ കുറിച്ച് വിശുദ്ധ തിരുലിഖിതങ്ങളോ അപ്പസ്തോലന്മാരോ പ്രവാചകന്മാരോ ആരും ഇങ്ങനെ ഡിസംബർ 25 എന്ന് പറയുന്ന ഒരു ദിവസത്തിനകത്ത് ഇങ്ങനൊരു ഓർമ്മ ആചരിക്കുന്ന ഒരു സിസ്റ്റം അന്നത്തെ ആദിമ സഭയിലില്ലായിരുന്നു. അപ്പോൾ അത് പിന്നീട് എപ്പോഴോ, അല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ Satan ഈസ് വെരി ക്ലവർ, ഹീസ് എ കണ്ണിങ് സർപ്പൻറ്റ് അല്ലേ, അവൻ ഡിസീവിങ് സ്പിരിറ്റാണ്. സോ ഹീ പുട്ട് ദിസ് ഇൻ ടു ഓൾ ദിസ് ക്രിസ്ത്യൻ പ്രാക്ടീസസ് ആൻഡ് ഡിനോമിനേഷൻസ്. ഇതിൻ്റെ പിന്നിലുള്ള ഒരു സ്പിരിറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ പിന്നിലുള്ള സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ബാബിലോൺ എന്ന് പറയുന്ന ഒരു സ്പിരിറ്റാണ് ഇങ്ങനെയുള്ള ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ ഈ ഭൂമിയിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങൾ, എത്ര ആയിരക്കണക്കിന് മതങ്ങളാണ് ഇന്ന് ഈ ഭൂമിയിലുള്ളത്, എത്ര വ്യത്യസ്തങ്ങളായിട്ടുള്ള ആരാധനാ രീതികളാണ് ശരിക്കും ഉള്ളത്. ഹാർവസ്റ്റിന് ഒരു ആരാധന, ദീപങ്ങൾക്ക് ഒരു ആരാധന, അങ്ങനെ പല പല ആരാധന സിസ്റ്റം. ഇതിൻ്റെ എല്ലാം റൂട്ട്, അതിൻ്റെ ഉറവിടം കിടക്കുന്നത് എവിടെയാണെന്ന് നോക്കിയോ, സ്പിരിറ്റ് ഓഫ് ബാബിലോൺ. ഹല്ലേലൂയ. സൈറ്റൻ്റെ കിങ്ഡത്തിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പല ലൈവ് ശുശ്രൂഷകൾക്കകത്തും പറഞ്ഞിട്ടുണ്ട്, സാത്താൻ അവനെ എങ്ങനെയാണെന്നറിയാമോ ഈ സ്വർഗത്തിലുള്ള ദൂതന്മാരെ ഇൻഫ്ലുവൻസ് ചെയ്ത് ദൈവത്തിനെതിരെ ഫൈറ്റ് ചെയ്യുവാൻ അവൻ ഈ ദൂതന്മാരെ, പല കാറ്റഗറിയിലുള്ള ദൂതന്മാരുണ്ട്, പല റാങ്കിലുള്ള ദൈവദൂതന്മാരുണ്ട്, അവൻ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് എങ്ങനെയാണെന്നറിയാമോ, ഓരോ ദൂതനോടും അവൻ പറഞ്ഞത് അവൻ്റെ കൂടെ ചേർന്നാൽ, സാത്താൻ്റെ കൂടെ ചേർന്നാൽ അവൻ അവരെ ദൈവമാക്കാമെന്നാണ് അവൻ കൊടുത്ത പ്രോമിസ്. ഓരോ ദൂതന്മാരോടും വ്യാജ പ്രോമിസ് കൊടുത്തു. വ്യാജ പ്രോമിസ് അല്ല, ശരിക്കും അവൻ കൊടുത്ത ഒരു പ്രോമിസ് ഇതാണ്, ഞാൻ നിന്നെ ദൈവമാക്കാം, ദൈവത്തെ പോലാക്കാം, ആരാധന നിനക്ക് ലഭിക്കുന്ന രീതിയിലുള്ള സിസ്റ്റം നിനക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തു തരാം എന്ന് പറഞ്ഞാണ് അനേകം ദൈവദൂതന്മാരെ സാത്താൻ എന്ത് ചെയ്തു, അവൻ്റെ കൂടെ ചേർന്ന്. നമുക്കറിയാം ഇന്ന് തന്നെ ഈ ഭൂമിയിൽ കാണുന്ന എത്ര കോടാനുകോടി ദൈവങ്ങൾ, ആ ദൈവങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നത് ശരിക്കും, സാത്താൻ അന്ന് ദൂതന്മാർക്ക് കൊടുത്ത പ്രോമിസാണ്. ഓരോ വ്യക്തികളെ എന്താക്കാൻ പറ്റും, ദൈവമാക്കാൻ പറ്റും. വർഷിപ്പ്, യു വിൽ ബി വർഷിപ്ഡ് ബൈ ദ പീപ്പിൾ. ഹല്ലേലൂയ, താങ്ക് യു ഫാദർ. അപ്പം ഇതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട ദൈവമക്കൾ, നമുക്കറിയാം ആദത്തെ ദൈവം സൃഷ്ടിക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം എന്ത് ചെയ്യുന്നത്, ആദത്തെ സൃഷ്ടിക്കുന്നത്. അപ്പം നിങ്ങൾ ചിന്തിച്ചേ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം ക്രിയേറ്റ് ചെയ്യുന്ന എന്താണ്, ദൈവത്തെ പോലാണ്. ശരിക്കും ദൈവം എന്താ, ശരിക്കും ദൈവങ്ങളെയാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ പറയുന്നത്, ഹാവ് ഐ നോട്ട് സെഡ് ദാറ്റ് ഇൻ യുവർ ലോ ദാറ്റ് ഐ സെഡ് യു ആർ ഗോഡ്സ്. നിങ്ങൾ ദൈവങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ വായിച്ചിട്ടില്ലേ?
ഹല്ലേലൂയ. അതായത് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും എന്താ സൃഷ്ടിച്ചത്? ദൈവങ്ങളെയാണ് സൃഷ്ടിച്ചത്. അങ്ങനെ ദൈവങ്ങളെ സൃഷ്ടിക്കാൻ ഉള്ള കാരണം എന്താണെന്നറിയാമോ? സാത്താൻ അവൻ ഈ ദൂതന്മാരെ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ദൈവങ്ങളെ ഉണ്ടാക്കുമെന്ന് പിതാവായ ദൈവത്തിന് അറിയാമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമുള്ള ദൈവങ്ങളെ ഞാനും നിങ്ങളും എന്താണ് ശരിക്കും നമ്മുടെ ദൈവത്തിൻ്റെ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്സിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിലും സങ്കീർത്തന പുസ്തകം 82-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും പറഞ്ഞിരിക്കുന്നത്, ഐ സെഡ് യു ആർ ഗോഡ്സ്, യു ആർ ഓൾ ദ സൺസ് ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവങ്ങളാണ്. അപ്പോൾ എന്താ അതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിലൂടെ ഈ ഭൂമിയിൽ സാത്താൻ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന ദൈവങ്ങൾ എന്ന് പറയുന്ന സിസ്റ്റത്തെ ദൈവം തകർക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നത്, ദേ ഓവർകെയിം ഹിം ബൈ ദ ബ്ലഡ് ഓഫ് ദ ലാംബ്, ബൈ ദ വേർഡ് ഓഫ് ദെയർ ടെസ്റ്റിമണി ആൻഡ് ദേ ലെഫ്റ്റ് നോട്ട് ദെയർ ലൈഫ്സ് അൺടു ഡെത്ത്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഡെലിവറൻസ് സർവീസുകളൊക്കെ ചെയ്യുമ്പോൾ എത്ര സ്പിരിറ്റുകളാണ് ശരിക്കും പുറത്തു പോകുന്നത്. അതിന് ഓരോന്നും ഓരോ സ്പിരിറ്റിൻ്റെയൊക്കെ പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ നിന്ന് കേൾക്കുന്ന പല ദൈവങ്ങളുടെ പേരുകൾ തന്നെയാണ് ശരിക്കും ഈ പല സ്പിരിറ്റുകൾക്കും. പല വ്യക്തികളും ആ സ്പിരിറ്റുകളെ, ആ ഡീമൻസിനെ എന്ത് ചെയ്യുന്നു? ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശരിക്കും സാത്താൻ സ്വർഗത്തിലായിരുന്നപ്പോൾ ദൂതന്മാർക്ക് കൊടുത്ത പ്രോമിസ്. നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നാൽ ഞാൻ നിങ്ങളെ ദൈവങ്ങളാക്കാം, നിങ്ങളെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ ഞാൻ നിങ്ങൾക്ക് ചുറ്റും കൊണ്ടുവരും. ഇത് തന്നെയല്ലേ ചെയ്യുന്നത് ഇന്ന് ഭൂമി മുഴുവൻ? ഹല്ലേലൂയ. പല ദൈവങ്ങൾ എന്ന് പറയുന്ന വിഗ്രഹങ്ങൾ, അതിലൂടെ എല്ലാം തന്നെ ഇൻഡയറക്ട്ലി Satan is getting the worship and the demons are getting the worship. ഞാൻ പറഞ്ഞു വന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, there is a spirit of Babylon. ബാബിലോൺ എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. രണ്ട് ആസ്പെക്ട് ഉണ്ട്. ബാബിലോൺ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഒരു സ്പിരിറ്റ് ഓഫ് ബാബിലോൺ ഉണ്ട്. പിന്നെന്താ? ഒരു ഫിസിക്കൽ ബാബിലോൺ ഉണ്ട്. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ആൻറ്റി ക്രൈസ്റ്റ് ഈ ഭൂമിയിൽ വന്ന് ഭരണം നടത്തുമ്പോൾ ആൻറ്റി ക്രൈസ്റ്റിന് 3 ഹെഡ് ക്വാർട്ടർ ഉണ്ടായിരിക്കും. ഒന്ന്, ഒരു പൊളിറ്റിക്കൽ ഹെഡ് ക്വാർട്ടർ ഉണ്ടാകും, ഒരു റിലീജിയസ് ഹെഡ് ക്വാർട്ടർ ഉണ്ടാകും, ഒരു ബിസിനസ് ഹെഡ് ക്വാർട്ടർ ഉണ്ടാകും. ഒരു പൊളിറ്റിക്കൽ ഹെഡ് ക്വാർട്ടർ ഇവിടെ ആയിരിക്കും, ജർമ്മനിയിലായിരിക്കും. അവൻ്റെ റിലീജിയസ് ഹെഡ് ക്വാർട്ടർ ജെറുസലേമിലായിരിക്കും. അവൻ്റെ ബിസിനസ് ഹെഡ് ക്വാർട്ടർ ശരിക്കും ഇന്നത്തെ ഇറാഖ്, റിന്യൂഡ് ഇറാഖ്, അവിടെ ശരിക്കും അതിനെന്താണ്? അത് ബാബിലോൺ. ദാറ്റ്സ് ആൻ ഏൻഷ്യൻ ബാബിലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാബിലോൺ എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ ബാബിലോൺ ഉണ്ട്, സ്പിരിറ്റ് ഓഫ് ബാബിലോൺ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ ബാബിലോൺ ഉണ്ട്. ഈ രണ്ട് സംവിധാനങ്ങളെയും ഈ എൻ ടൈമിൽ പിതാവ് തകർക്കാൻ പോവുകയാണ്. അതിന് ആധാരമായിട്ട് 1-2 വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ സ്പിരിറ്റ് ഓഫ് ബാബിലോണിൻ്റെ വർക്കിംഗ് മെക്കാനിസം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന സകല മതങ്ങൾ, എവറി റിലീജിയൻ ഈസ് ക്രിയേറ്റഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ബാബിലോൺ. ഈ സ്പിരിറ്റ് ഓഫ് ബാബിലോൺ എന്ന് പറയുന്നത് സൈറ്റൻ്റെ കിങ്ഡത്തിലെ ഒരു റൂളിംഗ് സ്പിരിറ്റാണ്. നമുക്കറിയാം, എഫേസ്യ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 17 വാക്യങ്ങളിൽ പറയുന്നു, പ്രിൻസിപ്പാലിറ്റീസ്, പവേഴ്സ്, റൂളേഴ്സ് ഓഫ് ഡാർക്ക്നെസ്, സ്പിരിച്വൽ ഹോസ്റ്റ് ഓഫ് വിക്കറ്റ്നെസ് ഇൻ ദ ഹെവൻലി പ്ലേസസ്. ആധിപത്യങ്ങൾ, അധികാരങ്ങൾ, അന്ധകാര ലോകത്തിൻ്റെ അധിപമ. അപ്പോൾ സൈറ്റൻ്റെ കിങ്ഡത്തിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഡീമൺസ് എന്ന് പറയുന്നത് ലോവർ റാങ്കിങ് സ്പിരിറ്റുകളാണ്. നമ്മൾ ഡീമൺസ് എന്ന് പൊതുവേ പറയുമ്പോൾ അത് ലോവർ റാങ്കിങ് ആണ്. ശരിക്കും ഹൈ റാങ്കിങ്ങിലുള്ള സ്പിരിറ്റുകളുണ്ട്. ദേ ആർ പ്രിൻസിപ്പാലിറ്റീസ്, പവേഴ്സ്, റൂളേഴ്സ് ഓഫ് ഡാർക്ക്നെസ്, സ്പിരിച്വൽ ഹോസ്റ്റ് ഓഫ് വിക്കറ്റ്നെസ് എന്ന് പറയുന്ന പല ലേയേഴ്സ് ഉണ്ട് ശരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പവർഫുൾ സ്പിരിറ്റുകൾ, ഈ സ്പിരിറ്റുകളൊക്കെ സ്വർഗത്തിൽ അവർ ദൂതന്മാരായിരുന്ന സമയത്ത് അവർ സ്വർഗത്തിലെ ഹൈ റാങ്കിങ് ഏഞ്ചൽസ് ആയിരുന്നു. അപ്പോൾ ഈ ഹൈ റാങ്കിങ് ഏഞ്ചൽസിനെ സാത്താൻ, അന്ന് ലൂസിഫർ ആയിരുന്ന, അവൻ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അവൻ കൊടുക്കുന്ന പ്രോമിസ് ഉണ്ട്. അവരുടെ സ്പിരിച്വൽ റാങ്കിങ്ങിൻ്റെ ആ ലെവലിലാണ് ശരിക്കും അവരെത്രമാത്രം അവരെ ക്യാൻവാസ് ചെയ്ത് അവരെ പ്രോമിസ് ചെയ്ത്. അപ്പോൾ ഈ സ്പിരിറ്റ് ഓഫ് ബാബിലോണൊക്കെ ശരിക്കും വലിയ പവർഫുൾ സ്പിരിറ്റുകളാണ്. ഈ ഭൂമിയിൽ ഇന്ന് കാണുന്ന സകല റിലീജിയസ് സിസ്റ്റത്തിൻ്റെയും സോഴ്സ് എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് ബാബിലോണാണ്. ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന വ്യത്യസ്ത കൾച്ചറിനകത്തുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, അതുപോലെ തന്നെ ആരാധനാ രീതികൾ, വർഷിപ്പുകൾ, ഐഡൽ വർഷിപ്പ്, എല്ലാത്തിൻ്റെയും സോഴ്സ് ഇരിക്കുന്നത് എന്താണ്? സ്പിരിറ്റ് ഓഫ് ബാബിലോണാണ്. അതുപോലെ തന്നെ എല്ലാ സെക്ഷുവൽ പെർവേഷൻസ്, സെക്ഷുവൽ ഇമ്മോറാലിറ്റീസ്, അഡൾട്ടറി, ഫോണിക്കേഷൻ, ഗേ, ലെസ്ബിയനിസം, ഇതിൻ്റെ എല്ലാം റൂട്ടിൽ ഇരിക്കുന്നത് സ്പിരിറ്റ് ഓഫ് ബാബിലോണാണ്. അപ്പോൾ ഈ സ്പിരിറ്റ് ഓഫ് ബാബിലോണിനെ ദൈവം ഈ എൻ ടൈമിനകത്ത് എന്ത് ചെയ്യുന്നു? ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. അതിനാധാരമായിട്ട് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിനകത്തുനിന്ന് 1-2 വാക്യങ്ങൾ നമ്മൾ വായിച്ചിട്ട് നമ്മൾ ഇന്നത്തെ മെസ്സേജിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം സ്പിരിറ്റ് ഓഫ് ബാബിലോണിനെ കുറിച്ച് പറയുന്നു. 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരിക, സമുദ്രങ്ങളുടെ മേൽ ഉപവിഷ്ടയായിരിക്കുന്ന മഹാവേശിയുടെ മേലുള്ള ശിക്ഷാവിധി നിനക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സമുദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ, പീപ്പിൾ ഗ്രൂപ്പ്സ്, വ്യത്യസ്ത ഭാഷയിലും വ്യത്യസ്ത ദേശങ്ങളിലും വസിക്കുന്ന ജനങ്ങളുടെ മേൽ ആരിയ്ക്കുന്നു? ഈ മഹാവേശി ഇരിക്കുന്നു.
താങ്ക് യു ഫാദർ, ഐ താങ്ക് യു. ഹല്ലേലൂയ. അടുത്ത വാക്യം പറയുന്നു, അവളോട് കൂടെ ഭൂമിയിലെ രാജാക്കന്മാർ വ്യഭിചാരം ചെയ്തു. ഓക്കെ, അപ്പോൾ ഭൂമിയിലെ രാജാക്കന്മാർ എന്ന് പറയുമ്പോൾ ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, ഒബാമ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് നിങ്ങൾക്കറിയാമോ, ഈ വൈറ്റ് ഹൗസ് മുഴുവൻ തന്നെ അനേകം മതത്തിലുള്ള വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഡൊണാൾഡ് ട്രംപ് വരുന്ന സമയത്താണ് അതെല്ലാം നീക്കം ചെയ്തത്. ഇവിടെ പറഞ്ഞു കേട്ടില്ലേ, അവളോടുകൂടെ ഭൂമിയിലെ രാജാക്കന്മാർ എന്ത് ചെയ്തു? വ്യഭിചാരം ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റിലീജിയസ് സിസ്റ്റംസ്, ദ വർഷിപ്പ് സിസ്റ്റം, ദ ഐഡൽ സിസ്റ്റം, അതിനെയെല്ലാം തന്നെ ഭൂമിയിലെ രാജാക്കന്മാർ എന്ത് ചെയ്തു? എംബ്രേസ് ചെയ്തു. ഇപ്പോൾ ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, ഒബാമ ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോൾ ആ രാജ്യങ്ങളിലൊക്കെ തന്നെ ആ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഓരോ പ്രസൻറ്റുകളെന്ന് പറയുന്നത് ഓരോ മതത്തിലുള്ള ആൾക്കാർ വിസിറ്റ് ചെയ്യുമ്പോൾ അവരുടെ മതത്തിലുള്ള ഒരു ദേവനെയോ ദേവിയെയോ അവരുടെ വിഗ്രഹങ്ങളെയൊക്കെയാണ് കൊടുക്കുന്നത്. അതെല്ലാം തന്നെ വൈറ്റ് ഹൗസിൽ അദ്ദേഹം സ്റ്റോർ ചെയ്തിരുന്നു എന്നാണ് ഞാൻ കേട്ടുള്ള അറിവാണ് ശരിക്കും. അപ്പോൾ കണ്ടില്ലേ, അവളോടൊത്ത് ഭൂമിയിലെ രാജാക്കന്മാർ എന്ത് ചെയ്യുന്നു? വ്യഭിചാരം ചെയ്തു. അടുത്ത വാക്യം പറയുന്നു, അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി. എന്താണ് ഈ വീഞ്ഞെന്ന് പറയുന്നത്? ആ സിസ്റ്റം, ആ ആചാരാനുഷ്ഠാനങ്ങൾ. ഹല്ലേലൂയ. ഓരോ ദേശത്തിലും ഓരോ പ്രദേശങ്ങളിലും ഓരോ സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ ആ രാജ്യത്തിൻ്റെ, ആ ദേശത്തിൻ്റെ, അതിൻ്റെ പാരമ്പര്യം, കൾച്ചറിനനുസരിച്ചുള്ള ആരാധന അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു ആചാരാനുഷ്ഠാനങ്ങൾ. അതാണ് ശരിക്കും ഇതെല്ലാം കൊണ്ടുവരുന്ന ആരാണ് ശരിക്കും? സ്പിരിറ്റ് ഓഫ് ബാബിലോണാണ്. അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി. ആ ദൂതൻ ആത്മാവിൽ എന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു. ദൈവദൂഷണപരമായ നാമങ്ങൾ നിറഞ്ഞതും 7 തലയും 10 കൊമ്പും കടും ചെമപ്പ് നിറമുള്ളതുമായ ഒരു മൃഗത്തിൻ്റെ മേൽ ഇരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. അടുത്ത വാക്യം പറയുന്നു, ആ സ്ത്രീ ധൂമ്രവും കടും ചെമപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു. സ്വർണവും വിലപിടിച്ച രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതയായിരുന്നു. അടുത്ത വാക്യം, വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മ്ലേച്ഛതകൾ കൊണ്ട് നിറഞ്ഞ ഒരു പൊൻ ചഷകം അവളുടെ കയ്യിലുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന ഈ ഗേ മാരേജുകൾ, ലെസ്ബിയനിസം, ട്രാൻസ്ജെൻഡറിസം, LGBTQ, ഇതിൻ്റെ എല്ലാം സെക്ഷൽ പെർവേർഷൻസ്, ഇമ്മോറാലിറ്റികൾ, ഹല്ലേലൂയ, എല്ലാ പോണോഗ്രാഫിക് തിങ്സുകൾ, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം ഉറവ എന്ന് പറയുന്ന ആരാണ്? സ്പിരിറ്റ് ഓഫ് ബാബിലോണാണ്. താങ്ക് യു ഫാദർ. ഹല്ലേലൂയ. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പം മഹാബാബിലോൺ വേശ്യകളുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ്. അപ്പോൾ ഈ മഹാബാബിലോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് സാത്താനെക്കുറിച്ചാണ് പറയുന്നത്. നോ. സാത്താൻ്റെ കീഴിൽ വളരെ പവർഫുള്ളായിട്ടുള്ള സ്പിരിറ്റുകളുണ്ട്. ഏഞ്ചൽസ്, റൈറ്റ്? ഹൈ റാങ്കിങ് ഏഞ്ചൽസ് ഉണ്ട്. ആ ഏഞ്ചൽസിനകത്ത് ഒരു പ്രത്യേക സ്പിരിറ്റാണ് ശരിക്കും സ്പിരിറ്റ് ഓഫ് ബാബിലോൺ. സകല മ്ലേച്ഛതകളുടെയും വേശ്യകളുടെയും എല്ലാ സെക്ഷൽ പെർവേർഷൻസിൻ്റെയും സെക്ഷൽ ഇമ്മോറാലിറ്റിയുടെയും ലെസ്ബിയനിസത്തിൻ്റെയും ഗേ മാരേജസിൻ്റെയും അതിൻ്റെ മൂവ്മെൻറ്റുകളുടെയും എല്ലാ ആചാരാനുഷ്ഠാനങ്ങളുടെയും വിഗ്രഹാരാധനകളുടെയും ഒക്കെ റൂട്ടിരിക്കുന്ന എവിടെയാണെന്നറിയോ? സ്പിരിറ്റ് ഓഫ് ബാബിലോൺ. ഇത് സാധാരണ സ്പിരിറ്റ് അല്ല, ഇത് സ്പിരിറ്റ് ഓഫ് ബാബിലോൺ. ആ സ്ത്രീ, അടുത്ത വാക്യം ഇത് ശ്രദ്ധിച്ചേക്കണം, ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തിയായി ലഹരി പിടിച്ചിരിക്കുന്നതും ഞാൻ കണ്ടു. ആര് കണ്ടു? യോഹന്നാൻ കണ്ടു. ശ്രദ്ധിച്ച വാക്യം. അപ്പോൾ സ്പിരിറ്റ് ഓഫ് ബാബിലോൺ അവളെക്കുറിച്ച് പറയുകയാണ്, ആ സ്പിരിറ്റിനെ കുറിച്ച് പറയുകയാണ്. ആ സ്ത്രീ ആരുടെയാണ്? വിശുദ്ധരുടെയും, യേശു കർത്താവിൻ്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ച് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തിയായി ലഹരി പിടിച്ചിരിക്കുന്നതും ഞാൻ കണ്ടു. സ്പിരിറ്റ് ഓഫ് ബാബിലോൺ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഈ ഇവാഞ്ചലൈസേഷന് വേണ്ടിയൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലോട്ടൊക്കെ ആൾക്കാർ ട്രാവൽ ചെയ്ത് അവിടെ സുവിശേഷം പറയുമ്പോൾ ഈ കൊല്ലപ്പെടുന്നവർ, ഹല്ലേലൂയ, അപ്പോൾ അവരെ കൊല്ലിക്കുന്ന, അവരുടെ മേൽ ആ മരണത്തെ കൊണ്ടുവരുന്ന സ്പിരിറ്റ് ആരാണ് ശരിക്കും? ഈ സ്പിരിറ്റ് ഓഫ് ബാബിലോൺ. കണ്ടില്ലേ? വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തിയായി ലഹരി പിടിച്ചിരിക്കുന്നതും ഞാൻ കണ്ടു. സ്പിരിറ്റ് ഓഫ് ബാബിലോൺ ഇസ് എ മേജർ സ്പിരിറ്റ്. അതുകൊണ്ട് തന്നെ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായവും 18-ാം അധ്യായവും ഒറ്റ സ്പിരിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. സ്പിരിറ്റ് ഓഫ് ബാബിലോൺ, ജഡ്ജ്മെൻറ്റ് അപ്പോൺ ദ ബാബിലോൺ. ബാബിലോൺ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പിരിച്വൽ ബാബിലോൺ ഉണ്ട്, ഫിസിക്കൽ ബാബിലോൺ ഉണ്ട്. രണ്ടും ഈ അവസര നാളുകളിൽ കർത്താവ് ജഡ്ജ് ചെയ്യാൻ പോകുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു സ്പിരിറ്റിനെ, ഒരു ഡിമോണിക് സ്പിരിറ്റിനെ ആയിക്കോട്ടെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ ആയിക്കോട്ടെ, നമ്മളുടെ ലൈഫിനകത്ത് പാപം കടന്നു വരുമ്പോൾ ഇമ്മീഡിയറ്റായിട്ട് കർത്താവ് ജഡ്ജ് ചെയ്യത്തില്ല. കർത്താവ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാപത്തെ അതിൻ്റെ ഫുൾനെസ്സിലെത്താൻ അനുവദിക്കും. നമ്മൾ റിപ്പൻറ്റ് ചെയ്താൽ വി ആർ കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റ്. ഞാൻ പറഞ്ഞ റിപ്പൻറ്റ് ചെയ്യാതെ ഒരു വ്യക്തി ഹൃദയം കഠിനമാക്കുന്നു, വചനം കേൾക്കുന്നു, ഹൃദയം കഠിനമാക്കരുത്, ക്ഷമിക്കുക, വിട്ടുകളാ, മുമ്പോട്ട് പോ, കേൾക്കുന്നു, പിന്നെയും അതനുസരിക്കുന്നില്ല, കഠിനമാക്കുന്നു,
പിന്നെയും കഠിനമാകുന്നു. അങ്ങനെ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് വിഡ്രോ ചെയ്യും. പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ലൈഫിനകത്തുനിന്ന് മാറും. പിന്നീട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ആ പാപത്തിൻ്റെ ഫുൾനെസ്സിലാകാൻ ദൈവം ആ വ്യക്തിയെ വിട്ടുകൊടുക്കും. ഹല്ലേലൂയ, താങ്ക് യു ഫാദർ. ആ ഫുൾനെസ്സിലാകുമ്പോൾ മാത്രമേ ജഡ്ജ്മെൻറ്റ് വരത്തുള്ളൂ. അപ്പം നിങ്ങൾ ചോദിക്കും, ഇന്നയാളൊരു പാപം ചെയ്തു എന്നിട്ട് ആ വ്യക്തിക്ക് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ദൈവത്തിൻ്റെ സിസ്റ്റം അങ്ങനെയല്ല. ഇത് ഗ്രേസിൻ്റെ സിസ്റ്റമാണ്. ഇത് കൃപയുടെ സീസണാണ് ശരിക്കും. അപ്പോൾ ആ സീസണിൽ ദൈവം എന്ത് ചെയ്യുന്നു? ഇമ്മീഡിയറ്റ് ആയിട്ട് ജഡ്ജ്മെൻറ്റുകൾ വരത്തില്ല. ദൈവം ഓരോ ദിവസവും ആ വ്യക്തി റിപ്പൻറ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ, ആ വ്യക്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിരപ്പിലാകുവാൻ തയ്യാറല്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ഹി വിൽ വെയിറ്റ്. ആ പാപം അതിൻ്റെ ഫുൾനെസ്സിലെത്തി, അതിൻ്റെ മൂർധന്യത്തിലെത്തി കഴിയുമ്പോൾ ജഡ്ജ്മെൻറ്റ് വിൽ കം. അങ്ങനെയാണ് ശരിക്കും ജഡ്ജ്മെൻറ്റ്. അപ്പോൾ അതുപോലെ തന്നെയാണ് സ്പിരിറ്റ് ഓഫ് ബാബിലോൺ. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ ഭൂമിയിലുള്ള മതപരമായ സിസ്റ്റങ്ങൾ, വിഗ്രഹാരാധനകൾ, കൾച്ചറലായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, ഹല്ലേലൂയ, അങ്ങനെയുള്ള എല്ലാ സിസ്റ്റങ്ങളും ഈ ഭൂമിയിൽ കൊണ്ടുവന്നത്, റിലീസ് ചെയ്ത് ആരാണ്? ബാബിലോൺ, സ്പിരിറ്റ് ഓഫ് ബാബിലോൺ ആണ് ശരിക്കും. അപ്പോൾ ആ സ്പിരിറ്റ് ഓഫ് ബാബിലോൺ ആണ് ഇന്ന് വിശുദ്ധരെ കൊന്നതുപോലും. യേശുവിൻ്റെ സാക്ഷികളുടെ രക്തം കുടിച്ച് അവൾ ഉന്മത്തയായിരിക്കുന്നു എന്ന് പറഞ്ഞത് സ്പിരിറ്റ് ഓഫ് ബാബിലോൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്പിരിറ്റ് അതിൻ്റെ ഫുൾനെസ്സിലേക്ക് ഈ അവസാന നാളുകളിലെത്തും. അതിൻ്റെ പാപത്തിൻ്റെ ഏറ്റവും ഇവിൽ, തിന്മയുടെ മൂർത്ത ഭാവനത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ മേലൊരു ജഡ്ജ്മെൻറ്റ് വരും. അതാണ് ശരിക്കും വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ ദ ജഡ്ജ്മെൻറ്റ് അപ്പോൺ ബാബിലോൺ എന്ന് പറയുന്നത്. ഇതിനുശേഷം സ്വർഗ്ഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അതിന് വലിയ അധികാരമുണ്ടായിരുന്നു. അവൻ്റെ തേജസ് കൊണ്ട് ഭൂമി പ്രകാശിച്ചു. അവൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വീണു, മഹാബാബിലോൺ വീണു. അല്ലല്ലോ. അപ്പോൾ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പിരിറ്റ് ഓഫ് ബാബിലോൺ ആണ് എല്ലാ റിലീജിയസ് സിസ്റ്റത്തെയും ഈ ഭൂമിയിൽ കൊണ്ടുവന്നത്. ഇന്ന് ഭൂമിയിൽ നമ്മൾ കാണുന്ന സകല റിലീജിയസ് സിസ്റ്റം വാസ് ആക്ച്വലി ക്രിയേറ്റഡ് ബൈ സ്പിരിറ്റ് ഓഫ് ബാബിലോൺ. അതിനെ ഈ അവസാന നാളുകളിൽ, ഈ എൻഡ് ടൈമിൽ കർത്താവ് ജഡ്ജ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വീണു, മഹാബാബിലോൺ വീണു. അവൾ പിശാചുക്കളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധാത്മാക്കളുടെ സങ്കേതവും അശുദ്ധവും ബീഭത്സവുമായ സകല പക്ഷികളുടെയും താവളവുമായി. എന്തെന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ മാദക വീഞ്ഞ് പാനം ചെയ്തു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി. ഇന്ന് നമ്മൾ കാണുന്ന ഈ ബിസിനസ് ആയിട്ട്, ഉദാഹരണം പറഞ്ഞ ഇപ്പം ഫേസ്ബുക്ക്, ഹല്ലേലൂയ, ഉദാഹരണം നമ്മൾ ഫേസ്ബുക്കിലൂടെയാണ് സ്ട്രീം ചെയ്യുന്നത്. ഹല്ലേലൂയ, സത്യം പറയട്ടെ, ഇതുപോലെ വൃത്തികെട്ട ഒരു കമ്പനിയില്ല. ഹല്ലേലൂയ, ഹോളി സ്പിരിറ്റ്, താങ്ക് യു. ഹല്ലേലൂയ. ഞാനത് പറയുമ്പോൾ നമ്മൾ ഒരു കമ്പനി, ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്മൾ മുമ്പോട്ട് വെക്കുമ്പോൾ ആ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ആ ബിസിനസ്, ഓക്കെ, മണി ഈസ് വൺ തിങ്, ഓക്കെ, ബട്ട് ദർ ഈസ് സംതിങ് കോൾഡ് എത്തിക്സ്, കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയും. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ യാതൊരുവിധ കോഡ് ഓഫ് കണ്ടക്റ്റും ഇല്ലാതെ മണി മാത്രം ഫോക്കസ് ചെയ്യുന്ന വ്യാപാരികൾ, ഹല്ലേലൂയ, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെ, ഹല്ലേലൂയ, അവർ നിങ്ങളുടെ ഫീഡിലേക്ക് അവർ കൊണ്ടുവരുന്ന റെക്കമെൻഡേഷൻസൊക്കെ നിങ്ങൾ നോക്കിക്കേ. നിങ്ങളത് പോയി എവിടെയും വാച്ച് ചെയ്തിട്ടില്ല, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങളെ ടെംപ്റ്റ് ചെയ്യുകയാണ് ശരിക്കും. സാധാരണ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? സിനിമ നടികളുടെ ഫോട്ടോകളും ബാക്കിയുള്ള വീഡിയോകളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് റെക്കമെൻഡേഷൻസ് വഴി അവർ കൊണ്ടുവരികയാണ് ശരിക്കും. നിങ്ങളെ ടെംപ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളെ പ്രലോഭിപ്പിക്കുകയാണ്. എന്തിനാണ്? ജസ്റ്റ് ദ മണി. ദേ ഓൺലി വാണ്ട് മണി. അതുകൊണ്ടാണ് പറഞ്ഞത്, അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി. ആരാ? സ്പിരിറ്റ് ഓഫ് ബാബിലോൺ. സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടു, എൻ്റെ ജനമേ. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. ഈ വാക്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വാക്യമാണ് ഡിസംബർ 25 ബന്ധപ്പെട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടു, എൻ്റെ ജനമേ, അവളിൽ നിന്ന് ഓടിയകലുവിൻ, അല്ലെങ്കിൽ അവളുടെ പാപത്തിൽ നിങ്ങൾ പങ്കാളികളാകും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എന്താണ് ഇവിടെ കർത്താവ് പറയുന്നത്? സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം കേട്ടു. കർത്താവ് പറയുകയാണ്, എൻ്റെ ജനമേ, കർത്താവിൻ്റെ മക്കളെ, അവളിൽ നിന്ന് ഓടി അകലുവിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ശരിക്കും? സ്പിരിറ്റ് ഓഫ് ബാബിലോണിൻ്റെ കൈകൾ, സ്പിരിറ്റ് ഓഫ് ബാബിലോണിൻ്റെ ഇൻഫ്ലുവൻസ് എവിടെയുണ്ട്? സഭയ്ക്കകത്തുണ്ട്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നമ്മളിന്ന് ഭൂമിയിൽ കാണുന്ന നമ്മുടെ ഈ ലോകത്തിലുള്ള ക്രിസ്തീയ ഡിനോമിനേഷനുകൾക്കകത്തെന്തുണ്ട്? സ്പിരിറ്റ് ഓഫ് ബാബിലോണിൻ്റെ കൾച്ചർ. അവൻ സാത്താൻ തന്ത്രപരമായിട്ട്, സർപ്പം കൗശലത്താൽ, ഹല്ലേലൂയ, ഈ സ്പിരിറ്റ് ഓഫ് ബാബിലോൺ വഴി സഭകളിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള പ്രാർത്ഥനാ രീതികൾ, ആ സിസ്റ്റംസ് എവിടെ നിന്നാണ് വന്നേക്കുന്നത്? സ്പിരിറ്റ് ഓഫ് ബാബിലോണിൽ നിന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടു, എൻ്റെ ജനമേ. എൻ്റെ ജനമേ എന്ന് പറഞ്ഞ ആരാ? യേശുവിൻ്റെ മക്കളെ. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, എൻ്റെ മക്കളെ, അവളിൽ നിന്ന് ഓടിയകലുവിൻ.
അല്ലെങ്കിൽ അവളുടെ പാപത്തിൽ നിങ്ങൾ പങ്കാളികളായി. കം ഔട്ട് ഓഫ് ബാബിലോൺ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ അപ്പസ്തോലന്മാർ പഠിപ്പിക്കാത്ത, പ്രവാചകന്മാർ എഴുതാത്ത, തിരുവചനങ്ങളിലില്ലാത്ത, സഭകളിൽ കടന്നുകൂടിയ എല്ലാ ആചാര അനുഷ്ഠാനങ്ങൾ, പ്രാർത്ഥനാ സിസ്റ്റംസ്, ഹല്ലേലൂയ, എല്ലാ കൾച്ചറിൻ്റെ പാർട്ടായിട്ടുള്ള എല്ലാ റിലീജിയസ് സിസ്റ്റത്തിൽ നിന്ന് ഓടി അകലുവിൻ. ബിക്കോസ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ സ്പിരിറ്റ് ഓഫ് ബാബിലോൺ. ഓ ജീസസ്, താങ്ക് യു. ഹല്ലേലൂയ. കേരളത്തിലൊക്കെ പല ഡിനോമിനേഷനുകളും, ക്രിസ്ത്യൻ ഡിനോമിനേഷനുകളും മറ്റു മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ആ സഭകളിലേക്ക് കൊണ്ടുവരുന്ന പല പിക്ചറുകളും വീഡിയോകളും ഒക്കെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. എവിടെ നിന്നാണ് വരുന്നത്? ആരാ അത് കൊണ്ടുവരുന്നത്? സ്പിരിറ്റ് ഓഫ് ബാബിലോൺ. കെയർഫുൾ, കെയർഫുൾ, കെയർഫുൾ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, കർത്താവ് പറയുന്നു. അപ്പോൾ ഇന്ന് ഈ ദിവസം, ഹല്ലേലൂയ, ഇന്ന് നമ്മൾ ക്രിസ്മസ് അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ ജനന ദിവസം നമ്മൾ ഓർക്കുന്ന ആ ഒരു ദിവസം പോലും, ഹല്ലേലൂയ, ഈ സഭകളിലേക്കും കർത്താവിൻ്റെ മണവാട്ടിയായ സഭകളിലേക്കും, ഹല്ലേലൂയ, ഏതെങ്കിലും രീതിയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏൻഷ്യൻ റോമൻ സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ശരിക്കും ഈ ഡിസംബർ 25 ഇന്നും ആഘോഷമായി കൊണ്ടു നടക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് പറഞ്ഞു, സ്വർഗ്ഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടും, എൻ്റെ ജനമേ അവളിൽ നിന്ന് ഓടി അകലുവിൻ. അങ്ങനെയുള്ള എല്ലാ സ്പിരിറ്റ് ഓഫ് ബാബിലോണിൻ്റെ കൾച്ചറൽ, ഹല്ലേലൂയ, ഐഡിൽ വർഷിപ്പ്, എവറി സിസ്റ്റം, ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്, കം ഔട്ട് ഓഫ് ബാബിലോൺ. ദിസ് ഈസ് ദ മെസ്സേജ് ദ ലോർഡ് ജീസസ് ഈസ് സെയിങ്. എൻ്റെ ജനമേ അവളിൽ നിന്ന് ഓടി അകലുവിൻ. അതിനർത്ഥം കർത്താവിൻ്റെ മക്കൾക്കുള്ളിൽ, കർത്താവിൻ്റെ മക്കൾ വസിക്കുന്ന, ആരാധിക്കുന്ന സഭകൾക്കകത്ത് സ്പിരിറ്റ് ഓഫ് ബാബിലോണിനാൽ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഓടി അകലണം എന്ന് കർത്താവിൻ്റെ വചനം ഇവിടെ പറയുന്നത്. കാരണം സ്പിരിറ്റ് ഓഫ് ബാബിലോൺ ഈസ് ഗോയിങ് ടു ബി ജഡ്ജഡ്. ഹല്ലേലൂയ. നമുക്കറിയാമോ, ഒരു ഡിമോണിക് റലം എന്ന് പറയുമ്പോൾ അതിന് പല തലങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിമോണിക് റലമുണ്ട്, ഒരു കുടുംബത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പൈശാചിക മേഖലയുണ്ട്, അല്ല ഒരു സിറ്റി, ഒരു വില്ലേജിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പൈശാചിക മേഖലയുണ്ട്, ഒരു സംസ്ഥാനത്തിൻ്റെ മേൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പൈശാചിക മേഖല, ഒരു രാജ്യത്തിൻ്റെ മേൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാര്യം പറയാൻ മറന്നു. നമ്മൾ ഡിസംബർ 4-ാം തീയതി, ഹല്ലേലൂയ, ഡിസംബർ 4-ാം തീയതി നമ്മളൊരു ഡെലിവറൻസ് പ്രെയർ ആണല്ലോ ചെയ്തത്. അപ്പോൾ ആ ഡെലിവറൻസ് പ്രെയർ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ടെസ്റ്റിമണി കിട്ടാനിടയായി. എനിക്കൊന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഒരു ടെസ്റ്റിമണി എനിക്ക് ലഭിക്കാനിടയായത്. ആ ഡെലിവറൻസ് പ്രെയർ നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ തൊട്ടടുത്ത് അയലോകത്ത് താമസിച്ചിരുന്ന ഒരു മന്ത്രവാദം ചെയ്യുന്ന ഒരു സ്ത്രീ നമ്മുടെ പ്രെയർ നടക്കുന്ന സമയത്ത് പ്രെയർ കേട്ടിട്ട് അലറി വിളിച്ച് കൂവിക്കൊണ്ട് ഓടിപ്പോയെന്ന് പറഞ്ഞൊരു ടെസ്റ്റിമണി എനിക്ക് ലഭിക്കാനിടയായി. ഹല്ലേലൂയ. സോ ഡിസംബർ 4-ൻ്റെ പ്രെയർ, ഞാനത് പറയാൻ വേണ്ടിയല്ല വന്നത്, ഒരു പ്രത്യേക കാര്യം. അന്ന് ഡിസംബർ 4-ാം തീയതി ഞാൻ ഡെലിവറൻസ് പ്രെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബങ്ങളുടെ മേലുള്ള വിഷ്ക്രാഫ്റ്റിൻ്റെ സ്പിരിറ്റുകൾക്കെതിരെയൊക്കെ നമ്മൾ അന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവദൂതന്മാർ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. സോ റിലീസ് ചെയ്യപ്പെടുന്ന അതേ സമയത്ത് തന്നെ നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പൈശാചിക സ്പിരിറ്റുകൾ, ദുരാത്മാക്കൾ ഈ ഏഞ്ചൽസുമായിട്ട് യുദ്ധം ചെയ്യുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചത്, ആ വിഷന് ഞാൻ കണ്ടെന്ന് വെച്ച്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹോളി സ്പിരിറ്റ് ഷോയിങ് മി എ വിഷൻ. ആ വിഷന് ഞാൻ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഞ്ചൽസ് ജയിക്കുന്നില്ല. താങ്ക് യു ഫാദർ. 2 ഡിമോണിക് റെലംസ്, ഏഞ്ചൽസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദൂതന്മാരും പൈശാചിക സ്പിരിറ്റുകളും, നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പൈശാചിക സ്പിരിറ്റുകളും, ദേ ആർ ഫൈറ്റിംഗ് ഈച്ച് അതർ. നമ്മുടെ പ്രെയർ മുഖാന്തരമാണ് ആ ഫൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമുക്കറിയാം, സാധാരണഗതിയിൽ ഏഞ്ചൽസ് ഓഫ് ഗോഡ് ഈ ഡിമോണിക് സ്പിരിറ്റുകളെ ഓവർകം ചെയ്യണമല്ലോ. പക്ഷേ എന്ത് ചെയ്യുന്നു? ഈ ഏഞ്ചൽസ് ഓഫ് ഗോഡ് ജയിക്കുന്നില്ല. സോ ദർ ഈസ് എ റെസ്ലിംഗ് ഗോയിങ് ഓൺ. സോ ലേറ്റർ ആഫ്റ്റർ ദ പ്രെയർ, ആ ശുശ്രൂഷയ്ക്ക് ശേഷം ഞാൻ കർത്താവിൻ്റെ ആത്മാവിനോട് ചോദിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ആത്മാവിനോട് അകത്ത് എൻലൈറ്റൻ ചെയ്ത കാര്യമാണ് ശരിക്കും നമ്മളുടെ പ്രെയർ. സം ലെവൽ ഓഫ് പ്രെയർ ഈസ് നീഡഡ് ടു സ്ട്രെങ്തൻ ദ ഏഞ്ചൽസ്. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. എത്രമാത്രം നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ തരുമെന്ന് എനിക്ക് മനസ്സിലാകും എന്നെനിക്കറിയത്തില്ല. അതായത് ദൈവദൂതന്മാർക്ക് സ്ട്രെങ്ത് കൊടുക്കും. എന്താ? നമ്മുടെ പ്രെയർ. അപ്പോൾ പല തരത്തിലുള്ള ഡിമോണിക് റലമുണ്ട്. ഒരു വ്യക്തിയുടെ മേൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു റലമുണ്ട്, ഒരു കുടുംബത്തിൻ്റെ മേൽ വർഷങ്ങളായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന പൈശാചിക മണ്ഡലമുണ്ട്, ഒരു വില്ലേജിൻ്റെ മേൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മണ്ഡലമുണ്ട്, ഒരു സ്റ്റേറ്റിൻ്റെ മേൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മണ്ഡലമുണ്ട്. അപ്പോൾ പല റലംസ് ഓഫ് ഡിമോണിക് സ്പിരിറ്റുകളാണ് നമ്മളെ പല രീതിയിൽ ചിന്തകളിലൂടെയും ഓരോ കാര്യങ്ങളിലൂടെയും കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അന്നത്തെ പ്രാർത്ഥനയെ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏഞ്ചൽസ് വെയർ റിലീസ്ഡ്. 2 കിങ്ഡം തമ്മിൽ ഫൈറ്റ് ചെയ്യണം, പക്ഷേ ഏഞ്ചൽസ് ഓഫ് ഗോഡ് ആർ നോട്ട് വിന്നിങ്. അപ്പോൾ ചില കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ആ ഏഞ്ചൽസിന് ഓവർത്രോ ചെയ്യാൻ പറ്റുന്നില്ല, ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനഫ് പ്രെയർ ഈസ് നോട്ട് ദെയർ. സോ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ചില ഡെലിവറൻസ് പ്രെയറിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പ്രാർത്ഥിച്ചൊരുങ്ങി ഇനഫ് പ്രെയർ, ആ പ്രെയർ ശരിക്കും ദൈവദൂതന്മാരെ ശരിക്കും സ്ട്രെങ്തനിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മെസ്സേജ് ഇതാണ്: കം ഔട്ട് ഓഫ് ബാബിലോൺ.
ഹല്ലേലൂയ. അപ്പസ്തോലന്മാർ പഠിപ്പിക്കാത്ത, തിരുവചനങ്ങളിൽ എഴുതപ്പെടാത്ത, സഭയുടെ പുസ്തകങ്ങളിൽ, സഭയുടെ ഹിസ്റ്റോറിയൻ ബുക്സിൽ, ആധികാരികമായിട്ടുള്ള ബുക്കുകളിൽ ഒന്നും തന്നെ ഇങ്ങനെയൊരു ആചാര അനുഷ്ഠാനത്തെക്കുറിച്ച് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അത് ആദിമസഭ അനുഷ്ഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ദ ടു തിങ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൾച്ചറൽ പാർട്ടിയിൽ നിന്ന് നമ്മൾ പുറത്തു വന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ പർപ്പസ്, അതിൻ്റെ മർമ്മം എന്താണ്, യേശു കർത്താവിൻ്റെ ജനനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട രണ്ട് കാര്യം. ടു തിങ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ആരാണ് ജനിച്ചത്? രണ്ട്, എന്തിനു വേണ്ടിയാണ് ജനിച്ചത്? ഈ രണ്ട് കാര്യങ്ങളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതും നമ്മൾ ലോകത്തോട് വിളിച്ചു പറയാൻ ചെയ്യേണ്ടതും. ഇപ്പം നമുക്കറിയാം, ഡിസംബർ 25 എന്ന് പറയുന്നൊരു ദിവസം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ദിവസത്തിലല്ല യേശു കർത്താവ് ജനിച്ചത്. ഏത് ദിവസമാണ് നമുക്കറിയത്തുമില്ല. ഹല്ലേലൂയ. നമുക്കറിയാനും പോകുന്നില്ല. കാരണം ആ ദിവസത്തിനല്ല പ്രാധാന്യം, ആ ഇവൻറ്റിനാണ് പ്രാധാന്യം. പക്ഷേ ഇന്ന് ഈ ലോകത്തിലുള്ള അന്യമതത്തിലുള്ള അല്ലെങ്കിൽ അന്യജാതികളിലുള്ള വ്യക്തികളുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു ദിവസത്തെ നമുക്ക് മായ്ച്ചു കളയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ദിവസത്തിൻ്റെ സ്പിരിറ്റ് ഓഫ് ബാബിലോൺ ഈ ലോകത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത ആ കൾച്ചർ, അതല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. മറിച്ച് അതിൻ്റെ അതിൻ്റെ അന്തസ്സത്ത എന്താണ്, എന്തിനാണ് യേശു കർത്താവ് ജനിച്ചത്, ആരാണ് യേശു കർത്താവ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ലോകത്തോട് പറയേണ്ടത്. നമ്മൾ